നമസ്തേ. ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ ഭക്തിനിർഭരമായ കഥയുടെ 23ാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. ഇത് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കേൾക്കാനുള്ള സൗകര്യത്തിന് കൂടിയാണ്. എല്ലാവരും വിഷ്ണുമായയെ അറിയുക. അപ്പോൾ മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണ ഇല്ലാത്തതാണ് ഇതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടമാണ്. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. 22ാമത്തെ ഭാഗം പറഞ്ഞു നിർത്തിയത് വിഷ്ണുമായ ശിവഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നതും എങ്ങനെയാണ് വിഷ്ണുമായ ആ പേരിൽ അറിയപ്പെട്ടത് എന്നുമാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് പാർവതി ഉപദേശമാണ്. വിഷ്ണുമായ പാർവതി സന്നിധിയിലെത്തി. വിഷ്ണുമായ ലോകമാതാവായ ശ്രീ പാർവതിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. സർവശക്തി സ്വരൂപിണിയായ അമ്മ മകനെ വിളിച്ച് മടിയിലിരുത്തി. മകനെ, നീ പിതാവ് പറഞ്ഞതെല്ലാം മനസ്സിലാക്കിയില്ലേ? നീ ഇനി പിതാവിനെ കുറിച്ചുകൂടി അറിയണം. അതറിയുന്നത് നിന്റെ എല്ലാ ഉയർച്ചകൾക്കും കാരണമാകും. കേൾക്കുക. പാർവതീദേവി പറഞ്ഞു തുടങ്ങി. ശ്രീ പരമേശ്വരൻ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അത് അത്യന്തം സുന്ദരവും പരമമോക്ഷ സ്വരൂപവുമാണ്. ബ്രഹ്മാവ് മുതൽ തൃണം വരെ ഈ ലോകത്ത് കാണുന്ന സകലതും ശിവമയമാണ്. മഹാദേവന് ഇച്ഛയുണ്ടാകുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു. അദ്ദേഹം എല്ലാം അറിയുന്നു. പക്ഷേ അദ്ദേഹത്തെ ആരും അറിയുന്നില്ല. ശിവൻ ഈ ലോകത്തെ സൃഷ്ടിച്ചു. എന്നിട്ട് സ്വയം അതിൻ്റെ ഉള്ളിൽ കടന്നിട്ടും ഇതിൽ നിന്നും അകന്നിരിക്കുന്നു. അദ്ദേഹം സച്ചിദാനന്ദ സ്വരൂപനാണ്. ശിവനിൽ നിന്ന് ഭിന്നമായ ഏതെങ്കിലും വസ്തുവിന് നിലനിൽപ്പില്ല. പരമസ്വരൂപനായ അദ്ദേഹമല്ലാതെ മറ്റൊരു വസ്തുവും അന്നുണ്ടായിരുന്നില്ല. പരമാത്മസ്വരൂപനും സൂക്ഷ്മരൂപനും മഹാത്മാക്കളിൽ മഹാനുമായ ആ സർവേശ്വരൻ സർവ്വലോകങ്ങളിലും നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് നാനാവശങ്ങളിലേക്കും കണ്ണുകളും മുഖങ്ങളും കൈകാലുകളും ഒക്കെ ഉണ്ടായിരുന്നു. സകല പ്രാണികളുടെയും ഹൃദയത്തിൽ വസിച്ചിരുന്ന അദ്ദേഹം കണ്ണില്ലാതെ കാണുകയും കാതില്ലാതെ കേൾക്കുകയും ചെയ്തിരുന്നു. ആ ജഗദീശ്വരനെ പൂർണ്ണരൂപത്തിൽ ആർക്കും കാണാൻ കഴിയുമായിരുന്നില്ല. ജീവൻ പരമാത്മാവായ ശിവന്റെ തന്നെ അംശമാണ്. എന്നാൽ അജ്ഞാനത്താൽ അതെല്ലാം ഭിന്നമായി തീരുന്നു. ശിവൻ സർവവ്യാപിയാണ്. അദ്ദേഹം ജഡയും ചേതനയുമാണ്. സകലരുടെയും ഈശ്വരനായിട്ടും സ്വയം സകലർക്കും മംഗളം ചെയ്യുന്നു. വേദമാർഗത്തെ ആശ്രയിച്ച് അദ്ദേഹത്തെ സാക്ഷാത്കരിക്കുന്നതിന് സാധന ചെയ്യുന്ന വിദ്വാൻ നിശ്ചയമായും സാക്ഷാത്കാര രൂപം പ്രാപിക്കുന്നു. വിലയേറിയ നല്ല വസ്തു ലഭിച്ചിട്ടും സന്തോഷം കൊണ്ട് മതിമറക്കാത്തവൻ, ദുഷ്ടവസ്തു ലഭിച്ചാൽ കോപമോ സങ്കടമോ ഉണ്ടാകാത്തവൻ, സുഖദുഃഖമായി ദ്വന്ദ്വങ്ങളെ തുല്യമായി കരുതുന്നവൻ, ഇവനാണ് ജ്ഞാനി. മുക്തി ആഗ്രഹിക്കുന്ന പുരുഷൻ ശരീരവും അതിൻ്റെ അഭിമാനവും വെടിഞ്ഞ് അഹങ്കാരമില്ലാത്തവനും മുക്തനുമായി സദാ ശിവനിൽ ലയിക്കുന്നു. ശിവജ്ഞാനം ഭഗവാൻ ശങ്കരന് അത്യധികം പ്രിയപ്പെട്ടതാണ്. ഇത് മോക്ഷപ്രദായിനിയാകുന്നു. ഓംകാരത്തെ അറിയേണ്ടത് അത്യാവശ്യമാണ്. അതും കൂടി നീ അറിഞ്ഞിരിക്കണം. ദേവി തുടർന്നു. ഓംകാരം അഥവാ പ്രണവമന്ത്രം പരബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്. ശ്രീ പരമേശ്വരന്റെ അവയവങ്ങൾ ഓങ്കാരത്തിൽ അടങ്ങിയിരിക്കുന്നു. ഓങ്കാരം ജപിക്കുന്ന ഏത് നിരക്ഷരനായ വ്യക്തിയായാലും ഉത്തമാകാരനായ ഒരു ഗുരുവിൻ്റെ സ്വാത്വിക ഉപദേശം സ്വീകരിക്കുകയും അതിലൂടെ ജീവന്റെ രഹസ്യം അറിയാനും ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായ വിജ്ഞാനാമൃതം അനുഭവിക്കാൻ വേണ്ട സാധനയുമാണ് ഓങ്കാരജപം. തത്വങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ ഒന്നും അറിയാത്ത ഏതൊരു വ്യക്തിക്കും മോക്ഷപദം കണ്ടെത്താനുള്ള ഒരു ആധ്യാത്മിക അനുഷ്ഠാനമാണ് ഓങ്കാരം. ഓംകാര ജപം അനുഷ്ഠാനമായി നടത്തുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്നും അഷ്ടഭാഗങ്ങൾ കൂടി ഒഴിഞ്ഞു പോകും. കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മാത്സര്യം, ഗമ, അഹങ്കാരം തുടങ്ങിയവ ഇല്ലാതാവുകയും അങ്ങനെ മാനസക്ഷേത്രത്തിൽ ഈശ്വരപ്രേമത്തിൻ്റെ അദ്വൈത ചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നു. കൂടാതെ ചിത്തപ്രവൃത്തിയിൽ നിന്നും മോചനമുണ്ടാകുന്നു. അവൻ ബ്രഹ്മജ്ഞാനിയായി മാറുന്നു. അമിതമായ ജപത്തിലൂടെയേ ഒരു ഭക്തന് തൻ്റെ ജഡാധരങ്ങളെ ഉണർത്താൻ കഴിയൂ. അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം,
അനാഹതം, മണിപ്പൂരം, ആജ്ഞ, വിശുദ്ധി എന്നിവ. മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ശക്തി തന്നെയാണ് പരമമായ ആനന്ദം. അത് പ്രദാനം ചെയ്യുന്നത് സകല ദുർവാസനകളും അകറ്റുന്ന സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ്. പരമശിവന് സ്ഥിരവാസമുറപ്പിക്കുവാൻ തക്കവിധത്തിൽ ഹൃദയം നിർമ്മലമാകണം. അങ്ങനെ ആന്തരികമായ ശരീരശുദ്ധീകരണം ഉണ്ടായാൽ ശിവന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു. ഓംകാര ജപം ജീവിതത്തിൽ അനുഷ്ഠാനമാക്കിയിട്ടുള്ളവർക്ക് ദേവന്മാർക്ക് ലഭിക്കുന്ന അപൂർവ സിദ്ധികൾ ഉണ്ടാകും. പ്രണവമന്ത്രം തുടർച്ചയായി അഭ്യസിക്കുന്നവർ യോഗികളായി മാറുമെന്ന് മാത്രമല്ല, പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും അവരുടെ ഇംഗിതമനുസരിച്ച് അവരുടെ നിശ്ചയത്തിന് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്യും. ദുരിതപൂർണവും നാരകീയവുമായ ജീവിതത്തിൽ നിന്ന് മോക്ഷത്തിൻ്റെ ശിവലോകത്ത് എത്തിച്ചേരാനുള്ള മാർഗം കൂടിയാണ് ഓംകാര ജപം. അങ്ങനെ മായാസംബന്ധമായ പ്രകൃതി ശക്തികളെ വരുതിയിൽ നിർത്താനും സാധിക്കുന്നു. ഭൗതിക ജീവിതത്തിൽ സ്നേഹഭാവം ബ്രഹ്മതത്വത്തിൽ അധിഷ്ഠിതമല്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ഇത് ഇന്ദ്രിയപരമായ ഊർജത്തിൻ്റെ ശക്തിയിൽ ജന്മമെടുക്കുന്ന ഒരുതരം ബാഹ്യഭാവം മാത്രമാണ്. ഓങ്കാര ജപത്തിലൂടെ സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നു. പരമമായ ലക്ഷ്യം മറന്ന് അലക്ഷ്യമായി നശ്വര സുഖങ്ങളുടെ മേച്ചിൽപ്പുറങ്ങളിൽ വിഹരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ബ്രഹ്മതത്വമാകുന്ന സദാശിവ സങ്കല്പത്തിൽ തളച്ചിടുന്നതോടെ ഒരു ഭക്തന് ദിവ്യാമൃതമാകുന്ന പരമാനന്ദം അനുഭവിക്കാൻ ഇടവരുന്നു. ധന്യമായ അവസ്ഥാവിശേഷം കൈവരുന്നതോടെ അവൻ ദിവ്യനായി തീരും. അവസാനമായി പാർവതീദേവി പറഞ്ഞു, മകനെ, നാം അനേകം അസുരന്മാരെ ഒറ്റയ്ക്ക് നിഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം നിന്റെ പിതാവിൻ്റെ സംഹാരശക്തി ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഭൃംഗാസുരൻ ലോകത്തിന് ഉപദ്രവകാരിയായി വളർന്നിരിക്കുന്നു. അവനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് നീ അവതരിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി എൻ്റെ എല്ലാ ശക്തിയും നാം നിനക്ക് നൽകുന്നു. മായാതന്ത്രം, യുദ്ധതന്ത്രം എന്നീ വിദ്യകളെക്കുറിച്ചും ദേവി വിഷ്ണുമായയ്ക്ക് പറഞ്ഞു കൊടുത്തു. പിന്നീട് യുദ്ധതന്ത്ര പ്രധാനങ്ങളായ ആയുധങ്ങളും ഭൃംഗാസുരവധത്തിനായി 2 മാന്ത്രിക കുറുവടികളും നൽകി അമ്മ മകനെ യാത്രയാക്കി. വിഷ്ണുമായ കൈലാസത്തിൽ നിന്ന് മടക്കയാത്രയ്ക്കൊരുങ്ങി. അപ്പോൾ ഭൃംഗാസുരൻ ഒന്ന് ഞെട്ടി. നാഗാസുരനും ചാത്തനോട് പരാജയപ്പെട്ടതറിഞ്ഞ ഭൃംഗാസുരൻ ആകെ അസ്വസ്ഥനായി. നാഗന്റെ അന്ത്യരംഗത്തെക്കുറിച്ച് ഭടന്മാർ വിവരിച്ചത് ഒരു ഞെട്ടലോടെയാണ് ഭൃംഗൻ കേട്ടത്. വയർ പൊട്ടി ചത്തുമലച്ച് കുളത്തിൽ പൊന്തിക്കിടക്കുന്ന നാഗാസുരന്റെ രൂപം ആലോചിക്കാനാവുന്നില്ല. ചാത്തനെ അവൻ വിഴുങ്ങിയതാണത്രേ. പിന്നെ എന്ത് മായാവിദ്യ കൊണ്ടാണ് അവൻ നാഗന്റെ വയർ പിളർത്തിയത്? ആ ചാത്തൻ എന്നവനെ അങ്ങനെ അങ്ങ് ജയിക്കാൻ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഓ, അവനിപ്പോൾ ചാത്തനല്ല, വിഷ്ണുമായയാണ് പോലും. അവൻ വിഷ്ണുമായയാണെങ്കിൽ ഞാൻ ബ്രഹ്മമായയാണ്. അന്തിമ വിജയം ആർക്കായിരിക്കുമെന്ന് താൻ അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഭൃംഗൻ തൻ്റെ വിശ്വസ്തരായ 41 സേനാധിപന്മാരെ പലർക്കും കീഴിലുള്ള സേനകൾക്കൊപ്പം വനത്തിലേക്ക് അയച്ചു. മലയരാജാവിൻ്റെ കൊട്ടാരത്തിൽ വിഷ്ണുമായയുടെ മിത്രമായ മലനായാടിയുണ്ട്. അവൻ മായാവിദ്യകളിൽ പ്രാവീണ്യം നേടി നല്ലൊരു മായാവിദ്യക്കാരനായിരിക്കുന്നു. മലയരാജ്യത്തെ കാത്തുരക്ഷിക്കേണ്ട ചുമതലയായിരുന്നു അവന്. ഭൃംഗാസുരൻ്റെ സേനാധിപന്മാർ കൂളിക്കുന്നൻ വനത്തിൽ രഹസ്യമായി എത്തിയ വിവരം മലനായാടി അറിഞ്ഞു. അവർ നിൽക്കുന്ന സ്ഥലവും മനസ്സിലാക്കി. അവൻ ഊറിച്ചിരിച്ചു. പിന്നെ അന്തരീക്ഷത്തിലെ വായു അപ്പാടെ വായിലൂടെ ഉള്ളിലേക്ക് സമാഹരിച്ച് അവർ നിൽക്കുന്നിടത്തേക്ക് ഊതിവിട്ടു. അത് മലയ സൈന്യത്തെ രക്ഷിക്കാനുള്ള മലനായാടിയുടെ ഒരു യുദ്ധതന്ത്രമായിരുന്നു. മലനായാടി ഊതിവിട്ട വായു കൂളിയാറിൻ്റെ തീരത്ത് ചുഴലിക്കാറ്റായി ആഞ്ഞു വീശി. തീരത്തെ പൂഴിമണ്ണ് അടിയോടെ ഇളകി പറന്ന് കറങ്ങി ചുഴലിയായി അവിടെയെല്ലാം പറക്കാൻ തുടങ്ങി. സാധാരണ കാറ്റിൻ്റെ 100 ഇരട്ടി ശക്തിയിലാണ് ആ ചുഴലിക്കാറ്റ് വീശി തുടങ്ങിയത്. ഭൃംഗാസുരൻ്റെ സേനാനായകർക്കും പടയാളികൾക്കും നിന്നിടത്തു നിന്ന് അനങ്ങാനോ കണ്ണു തുറക്കാനോ കഴിയുന്നില്ല. പറന്നു പോകാതിരിക്കാൻ പരസ്പരം ചേർന്ന് നിന്ന് ഒരു മതിൽ പോലെ ഉറച്ചു നിൽക്കാൻ അവരൊന്ന് ശ്രമിച്ചു നോക്കിയതാണ്. അതുതന്നെയായിരുന്നു ഉദ്ദേശിച്ച സമയവും. അത് മുതലെടുത്ത് മലയ സൈന്യം 41 സൈനിക നായകന്മാരെയും അവരുടെ പടയാളികളെയും അവർക്ക് ആയുധങ്ങൾ എടുക്കാൻ കഴിയും മുമ്പേ കാലപുരിക്ക് അയച്ചു. ഭൃംഗന്റെ സമനിലയാകെ തെറ്റി. മന്ത്രിയെ വിളിച്ച് ഉടൻ പടയൊരുക്കാൻ ആജ്ഞാപിച്ചു. എന്തോ പന്തികേടുണ്ടെന്നും മലയരാജാവിൻ്റെ ശക്തിയുടെ ആശ്രയ കേന്ദ്രം രഹസ്യമായി അറിഞ്ഞിട്ട് മതി പട പുറപ്പാടെന്നും ഭൃംഗനെ അറിയിക്കാൻ മന്ത്രിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കോപക്കലി മൂത്തിരിക്കുന്ന ഭൃംഗന് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നോർത്ത് പറയാൻ പോയില്ല. അതിനു മുമ്പേ ഭൃംഗൻ യുദ്ധകാഹളം മുഴക്കിക്കഴിഞ്ഞു. അപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ അസുരപ്പട കൂളിക്കുന്നൻ കാനനം ലക്ഷ്യമാക്കി നീങ്ങി. മഹാസാഗരം ഇളകി മറിഞ്ഞു വരുന്നത് പോലെ എത്തുന്ന അസുര മന്ത്രിയെയും സൈന്യത്തെയും കണ്ട് മലയരാജാവിൻ്റെ സൈന്യം ഭയന്നു.
അസുര സൈന്യം അടുത്തെത്തിക്കഴിഞ്ഞു. യുദ്ധം തുടങ്ങി കൂളിവാകയെയും മലയ രാജാവിനെയും രക്ഷിക്കാൻ വേണ്ടി പൊരുതി മരിക്കാൻ തന്നെ മലയഭടന്മാർ തയ്യാറായി. അവർ എയ്തു വിടുന്ന വിഷം പുരട്ടിയ അസ്ത്രങ്ങളേറ്റ് അസുരഭടന്മാർ മരിച്ചു വീഴുന്നുണ്ടെങ്കിലും ഒന്നിന് രണ്ടെന്ന കണക്കിൽ മലയ സൈന്യത്തിൽ നിന്ന് ഭടന്മാർ കുറഞ്ഞുകൊണ്ടിരുന്നു. മന്ത്രിയുടെ ലക്ഷ്യം കൂളിവാകയെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടു പോവുക എന്നതായിരുന്നു. കൂളിവാകയെ പിടിക്കാൻ മന്ത്രി മുന്നോട്ടാഞ്ഞു. ഓടി വരൂ അച്ഛാ, എന്നെ രക്ഷിക്കൂ. അങ്ങനെ ഭയന്ന് വിറച്ച കൂളിവാക ഉറക്കെ നിലവിളിച്ചു. പൊടുന്നനെ മലയഭടന്മാർ അവൾക്കു ചുറ്റും നിലയുറപ്പിച്ചു. മന്ത്രി അവരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തി. കൂളിവാകയെ ബലമായി കടന്നു പിടിച്ച് കുതിരപ്പുറത്തേക്കിട്ട് അയാൾ ഭൃങ്കന്റെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. കൂളിവാക രക്ഷയ്ക്കായി മുറവിളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. മരത്തൻ ഇത് കണ്ട് കരിങ്കുട്ടിക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കരിങ്കുട്ടി എന്ന മായാവി മന്ത്രിയുടെ മുന്നിൽ ചാടി വീണ് അയാൾക്ക് ദിഗ്ഭ്രമം സൃഷ്ടിച്ചു. അവൻ അതിവേഗം മറ്റൊരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടു. ക്ഷണനേരം കൊണ്ട് കൂളിവാകയെ അവൻ രക്ഷിച്ചു. ആ കാറ്റിനെ പ്രതിരോധിച്ച് മലയക്കൊട്ടാരത്തിൻ്റെ അതിരിലേക്ക് പോലും എത്താൻ മന്ത്രിക്ക് കഴിഞ്ഞില്ല. കാറ്റ് അയാളെ പിന്നിലേക്ക് തള്ളി എറിഞ്ഞുകൊണ്ടേയിരുന്നു. മുടിയഴിച്ചാടുന്ന കാറ്റിൻ്റെ താണ്ഡവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അസുരപ്പട കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു. കൊടുങ്കാറ്റിൻ്റെ ശക്തിയിൽ വൻമരങ്ങൾ കടപുഴകി വീണു. അവയ്ക്കടിയിൽപ്പെട്ട് അസുരന്മാരുടെ സൈനികരിലേറെയും ഞെരിഞ്ഞമർന്നു മരിച്ചു. ചിലരെ കാറ്റ് ആകാശത്തേക്ക് പറത്തി, മറ്റു ചിലരെ എടുത്തെറിഞ്ഞു. അവർ പാറക്കൂട്ടത്തിൽ ചെന്നിടിച്ച് ചിതറിത്തെറിച്ചു. കൂളിക്കുന്നൻ വനത്തിൽ ഭീതി പരത്തി ആഞ്ഞടിക്കുന്ന കാറ്റിൽപ്പെട്ട് ഉഴലുന്ന മന്ത്രിയുടെ തല കരിങ്കുട്ടി കൊയ്തു. അയാളുടെ തലയും ഉടലും വെവ്വേറെ കാറ്റിൽ നൃത്തം ഇങ്ങനെ വെച്ചു. അപ്പോൾ കാറ്റ് അസുരന്മാരുടെ കുതിരകളെ കൂളിയാറിൻ്റെ മറുകരയിലേക്ക് എടുത്തെറിഞ്ഞു. മലർന്നടിച്ചു വീണ കുതിരകളുടെ അടിയിൽപ്പെട്ട് ഭടന്മാരും കാലപുരി പൂകി. അവശേഷിച്ച ഭടന്മാരെയും കരിങ്കുട്ടി കൂളിയാറിൻ്റെ മറുകരയിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ ചത്തുമലച്ച് മറ്റൊരു മല തന്നെ ഉണ്ടാക്കി. മുകളിലേക്ക് പറത്തിവിട്ട അസുര പടയാളികൾ അന്തരീക്ഷത്തിൽ കിടന്ന് കൈകാലുകളിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. വളരെ ഉയരത്തിലായിരുന്നു അവർ, എണ്ണിയാൽ ആയിരങ്ങൾക്കപ്പുറം. കരിങ്കുട്ടി ഒരു നിമിഷം അന്തരീക്ഷത്തിൽ നിന്ന് കാറ്റ് പിൻവലിച്ചു. അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്ന അസുര പടയാളികൾ ആലിപ്പഴം പൊഴിയും പോലെ തുരുതുരാ ഭൂമിയിലേക്ക് വീണ് ചത്തൊടുങ്ങി. ആ വാർത്ത കൂടി അറിഞ്ഞതോടെ ഭൃംഗാസുരൻ ഉഗ്രമായി നടുങ്ങി ഞെട്ടിത്തെരിച്ചു. വിഷ്ണുമായയുടെയും മലയരാജാവിൻ്റെയും രക്തം കുടിക്കാനുള്ള അദമ്യമായ ദാഹമുണ്ടായി അവന്. ഇനി അവശേഷിക്കുന്നത് ആനപ്പട മാത്രമാണ്. അവയെ കൂടി കൂളിക്കുന്നൻ വനത്തിലേക്ക് അയക്കുക തന്നെ. അതും പരാജയപ്പെട്ടാൽ ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച ദിവ്യാസ്ത്രങ്ങൾ തൊടുത്ത് ഭൂമി അപ്പാടെ ചുട്ടുകരിക്കണം. വിറളി പിടിച്ച മതയാനപ്പട അടുത്ത നിമിഷം തന്നെ കൂളിക്കുന്നൻ വനത്തിലേക്ക് നീങ്ങി. ആനപ്പടയുടെ കാൽ കീഴിൽപ്പെട്ട് ആ വനം ഞെരിഞ്ഞൊടുങ്ങട്ടെ. കാറ്റല്ല കാട്ടുതീ വന്നാലും ഭൃങ്കന്റെ മതയാനകൾക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു കൊടുങ്കാറ്റിനേക്കാൾ ശക്തിയുണ്ട് ഒരാനയ്ക്ക്. അപ്പോൾ പിന്നെ 10,000-കണക്കിന് ആനകളുടെ മുന്നിൽ ഏത് കാറ്റിന് നിലനിൽക്കാനാവും? ഭ്രാന്ത് പിടിച്ച മതയാനകൾ എത്രയോ പർവ്വതങ്ങളെ ചവിട്ടി മെതിച്ച് സമതലങ്ങളാക്കിയിരിക്കുന്നു. ഭൃംഗാസുരൻ്റെ മതയാനകളെക്കുറിച്ചും അവയുടെ പ്രാന്തന ശക്തികളെക്കുറിച്ചും നന്നായി അറിയാവുന്ന കരിങ്കുട്ടി തൻ്റെ മായാശക്തി കൊണ്ട് കൂളിയാറിൻ്റെ തീരത്ത് അതിഗംഭീരമായ പാതാളത്തോളം ആഴമുള്ള ഒരു കിടങ്ങ് തീർത്ത് കരുതിയിരുന്നു. വിറളി പിടിച്ച് ഇളകിപ്പാഞ്ഞ് ഭൂലോകം കുലുക്കി നടന്നു വന്ന മതയാനകൾ ആറിൻ്റെ തീരത്തേക്കടുത്തതും ഒന്നൊന്നായും കൂട്ടമായും കിടങ്ങിൻ്റെ അഗാധതയിലേക്ക് പോയതും വളരെ പെട്ടെന്നായിരുന്നു. അകന്നു നിന്നവയും ഏതോ ആകർഷണം തോന്നിയിട്ടെന്നോണം കിടങ്ങിനരികിലേക്ക് പാഞ്ഞു വന്ന് കിടങ്ങിൽ പതിച്ചു. അതും കരിങ്കുട്ടിയുടെ മായാശക്തി കൊണ്ടായിരുന്നു. ആനകളെല്ലാം കിടങ്ങിൽ വീണു എന്ന് മനസ്സിലാക്കിയ കരിങ്കുട്ടി ഒരു മായാമാന്ത്രിക പ്രയോഗം നടത്തി. കൂളിയാറിൻ്റെ തീരത്തെ വീണ്ടും കൊടുങ്കാറ്റടിച്ചു. തിരമാലകൾ പോലെ ഉയർന്നു പാഞ്ഞു വന്ന മണലും മണ്ണും കിടങ്ങിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. അല്പനിമിഷം കൊണ്ട് മതയാനകൾ വീണു കിടക്കുന്ന ഗർത്തം മണ്ണ് മൂടിക്കിടന്നു. അല്പനിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു. സർവത്ര ശാന്തം. മതയാനകൾ മൺമറഞ്ഞ കൂളിയാറിൻ തീരം പഴയതുപോലെ ഇളം കാറ്റിൽ കുളിരണിഞ്ഞു കിടന്നു. അപ്പോൾ ശിവശക്തി ചൈതന്യമായ ശ്രീ വിഷ്ണുമായ അഥവാ ചാത്തൻ സ്വാമികളുടെ ഭക്തി നിർഭരമായ കഥയുടെ 23-ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും വിഷ്ണുമായയെ അറിഞ്ഞിരിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അതേപോലെ തന്നെ ഇനി ഒരു 2 ഭാഗത്തോടു കൂടി നമ്മുടെ ഈ കഥ തീരുകയാണ്. അപ്പം വീണ്ടും ഒന്നും കൂടി പറയുന്നു, എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.